ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിലെ മാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് അറിയണ്ടാവും. വണ്ടി ഒന്നും പോകാത്ത സ്ഥല ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് പൂന ട്രെയിനിലാണ്. എറണാകുളം പൂന എക്സ്പ്രസ് ആണ്. അപ്പോൾ അരമണിക്കൂർ കഴിയും. ഗായ്സ്, ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ. അതായത് 2 റെയിൽ പാത ഉണ്ട്. 4 റെയിൽ പാത ഉണ്ട്. ഒന്ന് അപ്പുറമുണ്ട്, ഒന്ന് ഇപ്പുറമുണ്ട്. അപ്പോൾ ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ 23 മണിക്കൂർ യാത്രയുണ്ട്, ട്രെയിൻ യാത്ര. 23 മണിക്കൂർ കൊണ്ട് പൂനെയിലെത്തും. നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പൂനെയിലെത്തിയിട്ട് പിന്നെ ഒരു ട്രെയിനുണ്ട് മാത്രയിലേക്കുള്ളത്. അതൊരു 50 കിലോമീറ്റർ ഉണ്ടാവും. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. ഈ ശിവന്മാരാണ് ഇന്ത്യപ്പറ്റുള്ള ടീം. ഇവന്മാരപ്പനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവന്മാർ 4 ആളുണ്ട്. ഗായ്സ്, നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. പൂനെയൊക്കെ പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ ഇതിലാണ് പോകുന്നത്. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, സീറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിൽ കയറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സീറ്റ്. ഇതാണ് എൻ്റെ ചെങ്ങായിൻ്റെ സീറ്റ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചെങ്ങായിൻ്റെ സീറ്റ്. അപ്പോൾ ഞാനിവിടെ കിടക്കുകയാണ്. ഇത് 46 നമ്പർ. കിടക്കാൻ പറ്റുന്നുണ്ട്. സ്ലീപ്പറാണ്. ഇപ്പം പൂനെയിലെത്തിയിട്ട് കാണാം. ഗായ്സ്, നമ്മളങ്ങനെ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പിയിലിപ്പോൾ നല്ല മഴയാണ്. ഉടുപ്പിയിലാണ് നിർത്തിയത്. എന്നാണ് ഞാൻ എണീച്ചത്. 5 മണിക്ക് ഉറങ്ങിയപ്പോൾ 12 മണിക്കാണ് എണീച്ചത്. ഇപ്പം നല്ല മഴയാണ് ഗായ്സ്. അവന്മാരൊക്കെ മഴ കൊണ്ട് കുത്തിരിക്കുകയാണ്. വേറെ മഴ കൊണ്ട് കുത്തിരിക്കതോ. ഫുള്ള് മഴയാണ് സുഹൃത്തുക്കളെ. നല്ല ഇടിയും മഴയാണ്. ഗായ്സ്, നമ്മളങ്ങനെ മഡ്ഗോവ എത്തി. മഡ്ഗോവയിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ മഡ്ഗോവയിൽ നിന്ന് നല്ല ചപ്പാത്തിയും നല്ല കറിയുമായി ഇതൊക്കെ പഠിക്കണം. കറിയിൽ കുത്തുകയാണ്. മധുരമൊന്നുമില്ല, കുറച്ച് പൊടിയാണുള്ളത്. വലിയ മധുരമൊന്നുമില്ല. ഒരു ബന്ധുപോലെ ദോശ, 51 ദോശയാണ് മഡ്ഗോവ. നമുക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ട്രെയിൻ ഇറങ്ങി പനമേലെത്തിയിട്ടുണ്ട്. പനമേലിൽ നിന്ന് ഇവിടുന്ന് പോവുകയാണ്. പൂനെയിലേക്ക് പോകാണ്ട് പനമേൽ ഇറങ്ങി. ഇതാണ് ഈസി. വേറൊന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പം പനമേലിൽ നിന്ന് പോവുകയാണ് പൂനെയിലേക്ക്. അപ്പം പൂനെയിലേക്കുള്ള ട്രെയിൻ പൂനെയിലേക്ക് പോകാണ്ട് മാത്തനേക്ക് പോവുകയാണ്. കുറേ തെറ്റിപ്പോയി. മാത്തനേക്ക് പോവാണ്. ഇവിടുന്ന് പൂനെയിലേക്ക് പോവാണ്. പനമേലിൽ നിന്ന്. അതാണ് പ്ലാൻ. നമ്മൾ നേരത്തെ ഗായ്സ്, അങ്ങനെ പനമേലിൽ നിന്ന് പോകുന്നത് ഇപ്പം നീറൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകണം മാത്രയിലേക്ക്. ഇവിടുന്നാണ് പോകണം. ഇവിടുന്ന് പോകണം മാത്രയിലേക്ക്. ഇപ്പം നീറൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പനമേലിൽ നീറൽ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ അന്നേരം കണ്ട വ്യൂ ആണത്. അവർ പോയി ട്രെയിനുണ്ട് ഇവിടെ. ഇത് മയത്താണ് ഓടൂല, വേനൽക്കാലത്ത് ഓടും പോയി ട്രെയിൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത് മഴക്കാലത്ത് ഓടൂല. എന്നാൽ ഈ പുറത്തിറക്കിയാനുള്ള സെറ്റപ്പാണ്. ടോട്ടൽ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരാണ്. അവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഫുള്ളിതാ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ. ഇതാണ് പുറത്ത് വന്നതിനുള്ള വ്യൂ ആണത്. ഒരു ഫുൾ സ്ട്രീറ്റാണത്. ഇങ്ങനെ മാത്രമേക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ മാത്രം എത്തിയിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലേ, അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ, ഒരു ഗ്ലാസ് കിട്ടിയിട്ടുള്ള ഒരു വ്യൂ ആണ് ബേക്കിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യൂ. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ ഗൈസ്. കണ്ടില്ലേ, ഫുൾ കാടാണ്.
ഒരു വൈബാണ് നടക്കാൻ. നല്ല ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. വേറൊരു വൈബാണ് നടക്കാൻ. ക്ലാസ് ഇങ്ങനെ പോന്നു. അപ്പോൾ ഇത് ഫുള്ള് കാടാണ്, കണ്ടില്ലേ? ഫുള്ള് കാടാണ്. പിന്നെ തായത് വീട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് കാടാണ്, നല്ല തണുത്ത കാറ്റും. വേറൊരു വൈബാണ് ഗായ്സ്. എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാനാണ് ഈ മുഖം കാണിക്കാണ്ട് ഉള്ളൊരു വീഡിയോ ഒക്കെയാണ് മൊത്തം വരിക, അധികം വരിക. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയുന്നു. ഗായ്സ് അങ്ങനെ മാത്തറിനെത്തി. വെൽക്കം ടു മാത്തറൻ. ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കൂടെ ഉണ്ടല്ലേ, അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചായ കുടിക്കണം. നല്ല തണുപ്പ്, നല്ല ചൂട് ചായ, നല്ല ക്ലൈമറ്റ് പറ്റിയ ചായയാണ് ഗൈസ്. നല്ല ചൂട് ചായ, നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ചൂട് ചായ കുടിക്കുന്നൊരു സുഖം ഇന്ന് വേറെ തന്നെയാണ്. മാത്തറയിൽ വന്നിട്ട് ഗൈസ് കണ്ടില്ലേ, ഇവിടെ വെൽക്കം ടു മാത്തറൻ എഴുതിയ വേറൊരു ബോർഡുണ്ട്. ഇവിടെയാണ് ടോയ് ട്രെയിൻ ഉള്ളത്. ഇവിടുത്തെ മെയിൻ സംഭവം ഇതാണ്, ടോയ് ട്രെയിനും. ഇവിടെയാണത് കണ്ടില്ലേ, ഫുള്ള് ടോയ് ട്രെയിൻ ഇതാണ് ഏരിയ ആണത്. കണ്ടില്ലേ, ഫുള്ള് ടോയ് ട്രെയിനാണ്. അവിടെ വരും ടോയ് ട്രെയിനും. എന്നിട്ട് പോവുകയാണ്. കണ്ടില്ലേ, വലിയതാണ് പാത. ഇതാണ് റെയിൽപാതാണ് ടോയ് ട്രെയിനിൻ്റെ. ഗൈസ് ഇത് ഇവിടുത്തെ കപ്പലണ്ടിയാണ്. ഇത് മഞ്ഞാക്കി ഇട്ടതാണ്. നമ്മുടെ നാട്ടിൽ കറുത്തതല്ലേ, ഇത് പൊയിങ്ങിയതാണ്. കപ്പലണ്ടി പൊയിങ്ങിയതാണിത്. കപ്പലണ്ടി പൊയിങ്ങിയതാണ്. പക്ഷെ കാണുമ്പോൾ ഒരു വേറെ ലുക്ക് ഉണ്ടെന്നുള്ളൂ. ഗായ്സ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ടോയ് ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് കയറാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ടോയ് ട്രെയിന്. അതായത് അവിടെ ഫസ്റ്റ് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയത്തേക്ക് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 8:30 ഫസ്റ്റ് ട്രെയിൻ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ക്യൂ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. വെള്ളച്ചാട്ടം എടുക്കാം. ഗൈസ് ട്രെയിൻ യാത്ര കഴിഞ്ഞു. ഇത്രയുള്ളൂ ട്രെയിൻ യാത്ര. ചെറിയ ട്രെയിൻ യാത്രയാണ് ഗൈസ്. നല്ല കിണ്ണം കോടയാണ്. നല്ല എന്താ പറയുക, നല്ല കോടയാണ്. ഒരു മൂന്നാർ ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പോൾ. ഫുള്ള് കോട പറഞ്ഞാൽ നല്ല കോട ഉണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കോട ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പീടികത്ത്, ഇതാണ് ഇവിടുത്തെ ഷോപ്പുകളാണ്. ഫുള്ള് കോടയാണ്. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. റൂമിലേക്ക് പോകുമ്പോഴുള്ള കോടയാണത് ഗൈസ്. റൂമിൻ്റെ മേലുള്ള കോടയാണ് ഗൈസ്. റൂമിൻ്റെ മേലുള്ള കോടയാണ്. കണ്ടില്ലേ, അല്ല ഫുൾ കോടയാണ് റൂമിൻ്റെ മേലെ എത്തിയരം. രണ്ടാമത്തെ തട്ടാണ് റൂമിൻ്റെ, ഫുൾ കോടയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയാണത്. ഇതാണ് ബാൽക്കണി, ഇതാണ് റൂം. കണ്ടില്ലേ, ടി വി ഒക്കെ ഉണ്ട്. പിന്നെ എയർ കൂളർ ഉണ്ട്. തണുപ്പത്ത് എന്തിനു വെച്ചാൽ എനിക്കറിയില്ല. ഇതാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാത്റൂം. യൂറോപ്യനാണ് കക്കൂസ്.
ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഏകദേശം 11 മണിയായി. അപ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഇപ്പം എന്താ അവിടെ ഉള്ള മാഗിയാണുള്ളത്. മാഗിയുണ്ട്, വടാപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് കഴിക്കണം. പിന്നെ രാവിലെ തന്നെ മസാല ദോശയും ചട്ടണിയും ഒക്കെ ഉണ്ട്. ഇതാണ് ഫുഡ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. വയസ്സ് വലിയ ഫുഡ് വലിയ കുഴപ്പമില്ല. അങ്ങനെ വലിയ നല്ലതുമല്ല. അങ്ങനത്തെ സാധനം. പക്ഷെ ഇവിടെ നിന്നൊക്കെ എത്ര നല്ല ഫുഡ് ഇട്ടാൽ നല്ല വായിക്കാൻ തന്നെ. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൽ ഇവിടുന്ന് പോവുകയാണ്. ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയാണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. നല്ല വ്യൂ പോയിന്റാണെന്ന് പറയാണ്ട്. നല്ല മഴ കിട്ടി. മഴ പെയ്തു. കോട്ടിട്ടിട്ടുണ്ട്. നല്ല മഴയാണ്. കിണ്ണ കാച്ച മഴയാണ് സുഹൃത്തുക്കളെ. എന്താ പറയുക, നല്ല മഴയാണ്. കണ്ടില്ലേ നമ്മുടെ പിള്ളേരൊക്കെ കോട്ടിട്ടിട്ടുണ്ട്. ജപ്പനം വന്നവരൊക്കെ ഫുൾ കോട്ടിട്ടിട്ടുണ്ട്. ഇത്രേ കോട്ടാണ് ഇട്ടത്. ആരും പച്ചക്കോട്ടാണ് ഇട്ടത്. ഫുള്ള് കുതിരയാണ് ഇവിടെ. കുതിരയാണ്. കുത്തോ പഠിച്ചാൽ അറിയാം. ഫുൾ കുതിര ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഫുൾ കുതിരയാണ് സുഹൃത്തുക്കളെ. ഈ വ്യൂ പോയിന്റിലാണ് പോകുന്നത്. എക്കോ വ്യൂ പോയിന്റിലാണ് ഇപ്പം പോകാൻ നോക്കുന്നത്. 1 കിലോമീറ്റർ ഓടുന്നു ഗൈസ്. ഇനി 100 മീറ്ററും കൂടി വ്യൂ പോയിന്റിലേക്ക്. 100 മീറ്ററും കൂടി വ്യൂ പോയിന്റിലേക്ക്. 100 മീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റ് എത്തി. നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇങ്ങനെ കണ്ട് ആസ്വദിക്കും ഗൈസ്. എക്കോ വ്യൂ പോയിന്റാണ്. എത്ര ആൾക്കാരോട് വരുത്തുന്നത് ഗൈസ്. കണ്ടില്ലേ, ടൂറിസ്റ്റ് കേന്ദ്രമായി പോയി. വ്യൂ പോയിന്റാണ് എത്ര ആൾക്കാർ വരുന്നുണ്ട്. 100-ലേറെ ആൾക്കാർ വരുന്നുണ്ട്. 100-ലല്ല, 500-1000 ആൾക്കാർ ഡെയിലി വരുന്നുണ്ടാവും. അത്രയ്ക്ക് ഫേമസ് ആണ് ഈക്കോ മല മാത്തനൻ. അപ്പോൾ ഇത് കാണാൻ 100-ലധികം ആൾക്കാർ വരുന്നുണ്ട്. 100-അല്ല, 1000 ആൾക്കാർ ഡെയിലി വരും. ഇനിയിപ്പം വേറെ വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ്. ഇവിടെ 34 വ്യൂ പോയിന്റ് ഉണ്ട് ടോട്ടൽ. 34 വ്യൂ പോയിന്റ്. ഒരു വ്യൂ പോയിന്റാണിത്. ഈ വ്യൂ പോയിന്റ് നമുക്കൊരു നമ്പർ 1 എന്നൊക്കെ പറയാനുള്ള ഇതിൽ ഉണ്ട്. മാത്രത്തിൽ 34 വ്യൂ പോയിന്റ് ആണെങ്കിൽ ഒരു ദിവസം പോരാ, 2 ദിവസം എടുക്കണ്ടാവും. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന അത്ര കാണും. 2 ദിവസമല്ല, 3 ദിവസം എടുക്കണ്ടാവും. ഇത്രയും വ്യൂ പോയിന്റ് കാണാൻ അത്രയ്ക്ക് പ്രോപ്പർട്ടി ഉണ്ട്. കാരണം ഇത് കുറേ ഏക്കറുണ്ട്. സർക്കാർ പ്രോപ്പർട്ടി തന്നെയാണത്. ഫുൾ ഏക്കറുണ്ട് ഗൈസ്. നല്ല കോടയുണ്ട്, നല്ല ഇരുടുമുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചുള്ളൊരു ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. കോട ക്യാമറയിൽ അത്ര പിടിക്കില്ല, എന്നാലും കോട ഉണ്ട് ഗൈസ്. നല്ല മഴയുണ്ട്. കണ്ടില്ലേ, ചളി കോട ആയിട്ടുണ്ട്. ഫുള്ള് കാടാണ്, ചുറ്റും കാടാണ് ഗൈസ്. ഇവിടെ കുതിര കുറേ ഉണ്ട്. കുതിര വെഹിക്കിൾ എനിക്ക് തോന്നുന്നൊരു 100-1000 ആൾക്കാർ കുതിര അങ്ങനത്തുണ്ടാവും ദിവസം. കുതിര വരുമാനം ടൂറിസ്റ്റ് ഗൈസ്. ഇതൊക്കെ ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. ഞാൻ കാണിച്ചു തരാം. 2-3 ബോർഡുണ്ട് അതല്ലേ. ഇതൊക്കെ ഇവിടുത്തെ സ്ഥലമാണ്. ഒക്കെ വ്യൂ പോയിന്റ് തന്നെയാണ്. കുറേ ബോർഡുണ്ട്. കാരണം ഒരു 34 വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. 34 വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ 34 വ്യൂ പോയിന്റ് ഒരു ദിവസം കൊണ്ട് കാണാൻ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. പക്ഷെ അടുത്തൊരു വ്യൂ പോയിന്റ് പോവുകയാണ്. അങ്ങനെ മഴയൊക്കെ ചോർന്ന് 2ാമത്തെ വ്യൂ പോയിന്റ് അടുത്ത് എത്തി. എത്രയും നല്ല മഴയാനും മഴയൊക്കെ ചോർന്ന് വ്യൂ പോയിന്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല ശക്തമായ കാറ്റും ശക്തമായ മഴയും പിന്നെയും വന്നു. താഴെ അവിടെ കുറച്ച് വില്ല് കാണാം, വയല് കാണാം. ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് താഴെ. കണ്ടില്ലേ,
ഇതാണ് വ്യൂ. തായർ മില്ല് കാണാം, ഒരു നാട്ടുമ്പുറം കാണാം, ഇന്നത്തെ തായർ മയിലുണ്ട്. ഇവിടെ കാണാം അത്യാവശ്യം ആൾക്കാരുണ്ട്. മലയാളം ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. ഇവിടെയും കുറച്ച് ആൾക്കാർ കൂടുതലാണ്. അങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് കടക്കാൻ പോകണം. അങ്ങനെ ഫാസ്റ്റ് ആക്കാണ്. എത്ര വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന അറിയില്ല, എന്നാലും പറ്റുന്ന അത്ര വ്യൂ പോയിന്റ് ഒന്ന് കാണും. മൂന്നാമത്തെ വ്യൂ പോയിന്റാണ് ഗായ്സ്. മൂന്നാമത്തെ വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റാണ്. കാണില്ലേ, വെള്ളച്ചാട്ടമാണ്. താഴെ നോക്കിയാൽ വെള്ളച്ചാട്ടമാണ് ഗായ്സ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റാണ്. ഒരു 4-5 വെള്ളച്ചാട്ടമുണ്ട്. താഴെ നല്ല കിണ്ണം വ്യൂ ആണ് ഗൈസ്. കണ്ടില്ലേ, ഫുള്ള് വെള്ളച്ചാട്ടവും കാടുമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഗൈസ്. ഗൈസ് ഇവിടെ നല്ല കോടയാണ്. കണ്ടില്ലേ, ഫുൾ കോടയാണ്. ഫുൾ കോടയാണ് ഇവിടെ. നല്ല കോട ഇങ്ങനെ വരുന്നുണ്ട്, അടിച്ച് കയറി വരികയാണ് കോട. എല്ലാ സംഭവം ഇവിടെ കണ്ട് ഫുൾ കോടയാണ്. നോക്കൂ ഗൈസ്, ഇവിടെ ഫുൾ കോടയാണ്. ഇതാ കോട ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത് വേറെ ഇടമല്ല, നമ്മുടെ സ്വന്തം മഹാരാഷ്ട്രയാണ്. സ്വർഗം എന്ന് വേണേൽ പറയാം. കണ്ടില്ലേ, ഫുള്ള് കോട ഇങ്ങനെ അടിച്ച് കയറി വരികയാണ്. ഫുള്ള് കോടയാണിപ്പോൾ ഗായ്സ്. ഇപ്പം ഫുള്ള് കോട ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഫുൾ കോടയാണ്. കണ്ടില്ലേ, കോട കണ്ടില്ലേ, ഫുൾ കോട ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് കോട. അടിച്ച് കയറി വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞ കോട വരുന്നുണ്ട്. ഇതാ ഫുൾ കോടയായി. ഇതാ കണ്ടില്ലേ, ഫുൾ കോടയാണ്. രക്ഷയില്ല, കോട അടിച്ച് കയറി വരുന്നുണ്ട്. ഫുള്ള് കോടയാണ്. ഇപ്പോൾ താഴെ കാണുന്നില്ല, വീപ്പൻ ഇപ്പോൾ കാണുന്നില്ല കോട കാരണം. ഇതാ ആകാശത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഫുൾ കോടയാണ് കൊണ്ട് ഫുൾ കോടയാണ്. കണ്ടില്ലേ, താഴോട്ട് കാണുന്നേ ഇല്ല ഇപ്പോൾ ഗായ്സ്. ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്ര മാത്രം വ്ളോഗ്. ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.